ഹീറോയ്ക്ക് അറിയാൻ തുടങ്ങിയായിരുന്നു പാവ ഹീറോയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഹീറോയ്ക്കും എനിക്ക് മാരേജ് നിനക്കും എനിക്ക് മാരേജ് പറഞ്ഞ് ഹീറോയിനെ മിരട്ടിയിട്ട് അവർ പോയിരുന്നു. രാവിലെ ഹീറോയ്ക്ക് തപ്പിക്കാൻ പറ്റിയിട്ടായിരുന്നു പാവം. അങ്ങനെ ഹീറോയ്ക്ക് മാരേജ് എന്നിട്ട് ഹീറോയിൻ്റെ മമ്മി വാദമുട്ടായിരുന്നു. ഹീറോയ്ക്ക് ആയിരുന്നു തുറന്ന് നോക്കുമ്പോൾ ഹീറോയിൻ്റെ മമ്മിയായിരുന്നു. അമ്മ നീ എന്താ ചോദിച്ചു? ഒന്നില്ല മോളെ, നീ അയാൾ പറഞ്ഞ മതി സംഭവിച്ച് എന്ന് പറഞ്ഞ അമ്മാൻ്റെ ഷോക്കാണ്. അമ്മ പറയായിരുന്നു എന്തടി സംഭവിച്ചത്. ഇത് മൊത്തക്കാരാ ഹീറോയിനോട് ഫാമിലി എല്ലാവരും വന്നായിരുന്നു. ഹീറോയിൻ നടന്ന കാര്യം മൊത്തം പറയായിരുന്നു. എന്തടി എല്ലാം പോയിട്ട് ട്രാവൽ ചെയ്തിട്ട് പോയതാ ഞാനതിൽ കുറച്ച് മാറ്റിയായിരുന്നു അമ്മ എന്ന് പറയായിരുന്നു. അടിപ്പാവി എന്ന് പറഞ്ഞ അമ്മ തലക്കൈയൊക്കെയായിരുന്നു. നടന്ന കാര്യം മൊത്തം കാര്യം പറഞ്ഞായിരുന്നു. ഇത് കേട്ട് ഹീറോയിൻ അമ്മ എന്തടി നീ ചെയ്തത്? പിന്നെ എന്ന് മമ്മി അവിടുന്ന് വരട്ടെ ഇല്ല അവരും കൂടെ മാരേജ് കിക്കണം എന്ന് ഹീറോ പറയുന്നത്. ഇപ്പം വേറെ പോയില്ല മമ്മി, അത് ഇവർക്ക് ഓർമ്മ വന്നു, അതുകൊണ്ട് തന്നെ റിവേഞ്ച് എടുക്കുന്നു എന്ന് പറയുന്നത്. അമ്മ സമാധാനമായിരുന്നു. മോളെ റിവെഞ്ച് അവർക്കിപ്പം ലവ് ഉണ്ട് മമ്മി, അതുകൊണ്ട് ഭയങ്കര കാണ്ട്. ശരി ഓക്കേപ്പാ എന്നെ ഹീറോയിനെ കൊണ്ടുപോയായിരുന്നു. ഹീറോയിനെ മമ്മി ഡാഡിക്ക് മനസ്സിലായിരുന്നു. വേറെ വയ്യില്ല മോളെ, അവർ നല്ല ചെക്കനാ എന്ന് പറഞ്ഞു. അമ്മ പറയായിരുന്നു അവർക്ക് മോളെ ടെൻഷനാണ് മമ്മിക്ക് ഡാഡിക്കൊന്നും ചെയ്തില്ല. ശരിപ്പാ നല്ല ചെക്കനാ എന്ന് പറഞ്ഞു. അവർ പിഴക്കം നീ മാറ്റി എന്ന് പറയാറ്. വേറെ വയ്യില്ല, അവർ വലിയ റിച്ചാണ്. ഇല്ല നമ്മളെ വീട്ടിൽ വേറെ വയ്യില്ല, നിൻ്റെ മേലെ ദേഷ്യമാണ്. അതുകൊണ്ട് ഗുരുജി ഓർക്കായിരുന്നു ഹീറോയിൻ അമ്മ ഡാഡി. ആ ഗുരുജി വീണ്ടും വന്നിട്ട് പറയുന്നു ഒരു പോലെ മാരേജ് നടക്കുന്നില്ല, അവർക്ക് ഇവളെ മേലെ റിവെഞ്ച് എടുക്കുന്നു മാത്രമേ അതുണ്ടാവും. മാത്രം അവൾക്ക് ഇവളെ മേലെ ലവ് ഉണ്ട്, അവർക്ക് വന്ന് അവൾക്ക് മാരേജ് കഴിച്ച് കൊടുക്കും ഇല്ല നടന്ന കാര്യം പറയായിരുന്നു. അത് റിവെഞ്ച് അല്ല. ഇവരോട് അമ്മ എന്നോടും ഹീറോ ഇല്ലാത്തവ കാര്യം പറയായിരുന്നു. ശരി ഓക്കെ എന്ന് മാരേജ് നടന്ന് 7 പേർക്കൂടെ ഹീറോ പാവം ഹീറോ റൂമൊക്കെ പോയായിരുന്നു. റൂമൊക്കെ പോയിട്ട് ഹീറോയ്ക്ക് ഹീറോയ്ക്ക് കൈകാൾ വറുത്തായിരുന്നു. അത് പാലെടുത്തുണ്ടായിരുന്നു. 7 പേർ ഹീറോയിനെ ഒരുമാതിരി ലൊക്കിട്ടായിരുന്നു ഹീറോയി അത് എന്ന് പറഞ്ഞു. എല്ലാവരും ഗസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഗസ്റ്റ് ചെയ്തിട്ട് ഫസ്റ്റ് ജിൻ ബാക്കിയുള്ളവർ പറയായിരുന്നു. ശരി ജിൻ ഫസ്റ്റ് അവർ പറഞ്ഞ റൂം പറഞ്ഞ എല്ലാ ഹീറോയിൻ മമ്മി ഡാഡി അവർ വേറെ പ്ലേസിലേക്ക് പോയിരുന്നു. അവർ ഫ്രണ്ടിൻ്റെ വീട്ടിലൊക്കെ ഫാമിലി ഫ്രണ്ട് ഹീറോയിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലൊക്കെ പോയിരുന്നു. ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിരുന്നു. ഹീറോയിൻ്റെ വീട് പറഞ്ഞാൽ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിരുന്നു. ഫ്രണ്ട് പറയായിരുന്നു മറ്റു ഇവിടെ ഇന്ന് ശരിയല്ല. അവർ രണ്ടുപേരും ഫാമിലി ഹീറോയിൻ്റെ ഫ്രണ്ട് ഫാമിലി എല്ലാവരും അവരെ ഗ്രാൻഡ്മാൻ്റെ വീട്ടിലേക്ക് പോയിരുന്നു. ദൂരമുണ്ട് വീട്. പിന്നെ ഹീറോയിൻ ഓടിപ്പോകാൻ നോക്കിയായിരുന്നു. ഹീറോയിന് ചെന്ന് കൂടെ ക്ലോസ് ആയിരുന്നു. അങ്ങനെ എല്ലാം നടന്നു. ഓരോ നാൾ കൂടെ ആയിരുന്നു. ഹീറോയിനെ വെച്ച് പറഞ്ഞ് ഹീറോയ്ക്ക് അറിയായിരുന്നു. പാവ ഹീറോയിൻ ഒരു ഡേയ്സ് പോകാൻ തുടങ്ങിയായിരുന്നു. അവർ ലവ് ഹീറോയ്ക്ക് മനസ്സിലായിരുന്നു. ഹീറോയിൻ്റെ മുമ്പത്തെ ഹസ്ബൻഡ് ഇവർ മുമ്പ് ഹസ്ബൻഡല്ല, മുമ്പത്തെ അവരെ ഹസ്ബൻഡ് വൈഫ് അല്ല, അവർ മുമ്പത്തെ അവരെ വൈഫാക്കിയായിരുന്നു. ഇപ്പോൾ ഹീറോയിൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുക അവർ ജിന്നിന് ഇങ്ങനെ ട്രൈ ചെയ്തായിരുന്നു. ഹീറോയ്ക്ക് ടെൻഷനായിരുന്നു. പിന്നെ വളർന്ന് വരട്ടി ഞാൻ ഓരോ നാളെ കൂടെ ഇരിക്കുമ്പോൾ ഹീറോയ്ക്ക് ടെൻഷനായിരുന്നു. മുറയ്ക്കായിരുന്നു ഹീറോയിൻ. അതുകൊണ്ട് ആ ഒരു പെണ്ണ് അവർ മിരട്ടായിരുന്നു ഹീറോയിൻ. അങ്ങനെ ഡേയ്സ് പോകാൻ തുടങ്ങി. ഹീറോയിൻ പെണ്ണിട്ടായി. ഇപ്പോൾ ഹീറോയ്ക്ക് അവർ 7 പേരെ ഹീറോയിൻ നല്ല ക്യാരിങ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ആ ഹീറോയ്ക്ക് അവർ ലവ് മനസ്സിലായിരുന്നു. അത് എന്ന് പറഞ്ഞ് ഹീറോയിൻ ക്യാരിങ് ചെയ്യാൻ തുടങ്ങി. ഹീറോയിൻ അവരോട് പറയായിരുന്നു സോറിങ്ങ നടന്ന കാര്യം പറയായിരുന്നു. അവർ ഭയങ്കര ഹീറോയിൻ നോക്കി മുറയ്ക്കായിരുന്നു. വേറെ വഴിയില്ല. അപ്പോൾ അവർക്ക് മനസ്സിലായി. ശരി ഓക്കെ എന്ന് പറഞ്ഞു. അവർ ശ്രമിച്ചായിരുന്നു. അതുകൊണ്ട് ശരി ഓക്കെ എന്ന് പറഞ്ഞു. ഹീറോയിൻ വെറ്റിനിട്ടാണ്. അതുകൊണ്ട് മൊത്തം സാരി പറയുമ്പോൾ അവർ സമാധാനം വെച്ച് ശരിയാക്കുന്നുണ്ട്. ഇത് കേട്ട ഹീറോയിൻ പറഞ്ഞൊരു ഷോക്കായിരുന്നു. ശരി ഓക്കെ എന്ന് പറഞ്ഞു ഹീറോയിൻ. ഹീറോയിൻ ബേബീസിനോട് ഹീറോ പെട്ടിനോട് ഹീറോയിനെ ക്യാരിങ് ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ച് ഡേയ്സ് ഹീറോ ഇപ്പോൾ പ്രഗ്നൻറ്റ്. അതുകൊണ്ട് അങ്ങനെ ഹീറോയിൻ ഹോസ്പിറ്റൽ കൊണ്ടായിരുന്നു. ഹോസ്പിറ്റൽ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കായിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് ആയിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയിൻ ബേബി ജനിച്ച്. അങ്ങനെ ഓർമ്മ ബേബി ജനിച്ചതന്നെ ഏതൊക്കെ ഷോക്കായിരുന്നു. എന്താണ് ഇത് വോയിസ് കുറേ വോയിസ് കേൾക്കുന്നത്. പിന്നെ ഒരു ലാസ്റ്റ് ഒരു വോയിസ് കേട്ടായിരുന്നു. അങ്ങനെ നിറയെ ഡോക്ടർ ഉണ്ടായിരുന്നു. അതിൽ ഇങ്ങനെയായിട്ടുള്ള ഡോക്ടർ സിസ്റ്റേഴ്സ് എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെയായിട്ട് ഓരോ സിസ്റ്റർ അവരൊന്ന് കയ്യിൽ 8 സിസ്റ്റർ ഉണ്ടായിരുന്നു. 8 സിസ്റ്ററിൻ്റെ കയ്യിൽ സിസ്റ്റേഴ്സ് അതന്നെ ഡോക്ടർ പറഞ്ഞായിരുന്നു. ഡോക്ടർക്ക് ഓൾറെഡി അറിയും. ഡോക്ടർ പറഞ്ഞ ഹീറോയുടെ ഫ്രണ്ടിൻ്റെ ചേട്ടനാണ്. അതുകൊണ്ട് ഹീറോയിൻ്റെ അനുവിൻ്റെ ചേട്ടനാണ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നത്. ഡോക്ടർക്ക് അറിയൂ. അങ്ങനെ ഹീറോയ്ക്ക് ബേബി ജനിച്ചായിരുന്നു. കൺഗ്രാറ്റ്സ് ടീ എന്ന് പറയായിരുന്നു ഹീറോയിൻ്റെ ഫ്രണ്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഹീറോയിൻ്റെ ഫ്രണ്ട്
അപ്പം എൻ്റെ മനസ്സിലുള്ളത് പറയായിരുന്നു. ഹീറോയിൻ മയങ്ങി വീണായിരുന്നു. ഹീറോയിൻ്റെ ഫ്രണ്ട് പറഞ്ഞ അകത്ത് വന്നായിരുന്നു. അകത്ത് വലിയ അതാണ്. ഹീറോയിൻ്റെ ഫ്രണ്ട് അവിടെ മൂലയിലുണ്ടായിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് ബേബീസ് ജനിച്ച് ഭയങ്കര ഹാപ്പിയാണ്. ഡേയ്സ് പോകാൻ തുടങ്ങിയാണ്. ഹീറോയെ വെച്ച് ടോർച്ചർ ചെയ്യുന്നത്. ഹീറോയിൻ എങ്ങനെ ടോർച്ചർ അതേമാതിരി വീണ്ടും ടോർച്ചർ ചെയ്യുന്നു ഹീറോയിൻ. അതിനായിട്ട് ഇപ്പോൾ ഡേയ്സ് പോകാൻ തുടങ്ങി. ഇപ്പോൾ കുട്ടികൾ വളർന്ന് വലുതായി. ഇപ്പോൾ 7 ബേബീസ് 8 ബേബീസ് 7 ബോയ്സ് ഒരു ഗേൾ ബേബി. ഹീറോയിൻ മതി ഗേൾ ബേബി. ബോയ്സ് ഹീറോമാർ. അങ്ങനെ ബേബീസ് എല്ലാം വളർന്ന് വലുതായി. ഇപ്പം എല്ലാ കുട്ടികൾ ഓരോന്ന് ബിസിനസ് ഡാഡി ബിസിനസ് ഞങ്ങൾ നോക്കിക്കോളാം എന്നെ ബോയ്സ് ബേബി പറയായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയിന് ഗേൾ ബേബി പറയായിരുന്നു. മോം ബിസിനസ് ഞാൻ നോക്കിക്കോളാം എന്നെ ഹീറോയിൻ ഗേൾ ബേബി പറയായിരുന്നു. ഓയാരി പറയണം മോം ബിസിനസ് ഞാൻ നോക്കിക്കോളാം. എൻ്റെ ഉയരി നീ പറയാം. ആദ്യം എനിക്ക് ഫാഷൻ ഡിസൈനർ പഠിച്ചായിരുന്നു. അതേ ഞാൻ ഫാഷൻ ഡിസൈനർ പഠിക്കാൻ പോവാ എന്ന് ഗേൾ ബേബി പറയുന്നു. 8 ബേബീസ് ഓരോന്ന് സീൽസ്റ്റ്. അത് ഞങ്ങൾ 7 പേര് ഞങ്ങൾ ഐഡൽ സോങ്സ് പറയില്ലേ അത് ഞങ്ങൾ ചെയ്യുമോ എന്ന് പറയുന്നു. എന്താ ഐഡലാ? ഇല്ല ഞങ്ങൾ 7 പേര് അത്രയാൻ പോവാ എന്ന് പറയാറ്. ഇറേ പൂർക്കാറുണ്ട് 7 പേര്. ഇല്ല ചുമച്ചോക്കി പറഞ്ഞ ജോക്കി പറഞ്ഞ ഞങ്ങൾ 7 പേര് ഡാഡിന് കമ്പനി റൺ ചെയ്യാൻ പോവാ. അത് മാത്രമല്ല ഞങ്ങൾ ഫേമസ് ആണ്ടേ എന്ന് പറയുന്നു. ഇവരെ തലക്കൈ വെച്ച് ഇല്ല ഞങ്ങൾക്ക് ഓരോന്നെ ഫീൽസ് പിടിച്ചിട്ടുണ്ട് ശരിടാ അങ്ങനെയൊന്നും പറയട്ടെ. അവർ പറയുന്നു. അങ്ങനെ 7 ബേബീസ് പറയുന്നു. ഞങ്ങൾ ആറ്റിടാൻ പോവാ. പിന്നെ കമ്പനി അത് നോക്കി പോവാ. ശരിടാ എന്ന് പറയും. 7 ബേബീസ് ഓരോന്ന് അവരുടെ ഡാഡി കമ്പനി അതിൽ ഫസ്റ്റ് ബേബി ചിന്ന ബേബി പറയായിരുന്നു ഞാൻ ഡയറക്ടർ ആവാട്ടാ എന്ന് പറയുന്നു. അങ്ങനെ ഓരോന്ന് കമ്പനി ഇപ്പോൾ ഫേമസ് ആവാൻ തുടങ്ങി. ഇപ്പോൾ ബേബീസ് കുറേ ഡേയ്സ് പോയി. ഇപ്പോൾ 7 ബേബീസ് 8 വയസ്സ് വളർന്ന് വലുതായി. വളർന്ന് ഇപ്പോൾ അവർ ഇങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. അവർ ബിസിനസ് ഇപ്പോൾ ഡാഡി ബിസിനസ് നോക്കാം. ഹീറോയിൻ്റെ ബിസിനസ് ഫാഷൻ ഡിസൈൻ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. ഹാപ്പി ഇങ്ങനെ സ്റ്റോറി.